ആഗോള നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയും യൂറോപ്പുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ദിശാബോധം നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് തുടക്കമായി. ജൂൺ 13 മുതൽ 18 വരെ നീളുന്ന ഈ സന്ദർശനം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായാണ് കരുതുന്നത്. ഫ്രാൻസും സ്ലോവാക്യയും സന്ദർശിക്കുന്നതിനൊപ്പം ഫ്രാൻസിലെ ഏവിയൻ ലെബനൈസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് പ്രധാനമന്ത്രി ഫ്രാൻസ് സന്ദർശിക്കുന്നത്. തുടർന്ന് സ്ലോവാക്യൻ റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. 1993 സ്വതന്ത്ര രാഷ്ട്രമായി രൂപം കൊണ്ടതിനു ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി സ്ലോവാക്യ സന്ദർശിക്കുന്നെന്ന പ്രത്യേകതയും ഈ സന്ദർശനത്തിനുണ്ട്. യാത്രയ്ക്ക് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഫ്രാൻസ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തവും സുപ്രധാനവുമായ തന്ത്രപ്രധാന പങ്കാളികളിലൊന്നാണെന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കി. ഈ വർഷം ആദ്യം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് എന്ന ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിയ കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രതിരോധം, ബഹിരാകാശ ഗവേഷണം, ആണവോർജം, സാങ്കേതിക വിദ്യ, കൃത്രിമ ബുദ്ധി, സമുദ്ര സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾ ഈ സന്ദർശനത്തിൽ പ്രധാന വിഷയമാകും. ഫ്രാൻസിലെ നീസ് നഗരത്തിൽ പ്രസിഡന്റ് മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി ഫെബ്രുവരിക്ക് ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകളിലും സഹകരണ പദ്ധതികളിലും കൈവരിച്ച പുരോഗതി വിലയിരുത്തും. ഭാവി സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്തുന്നതിനും ഉഭയകക്ഷി ബന്ധം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് കൂടിക്കാഴ്ച പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കൂടാതെ അന്താരാഷ്ട്ര രാഷ്ട്രീയം, ആഗോള സാമ്പത്തിക സാഹചര്യം, സുരക്ഷാ വെല്ലുവിളികൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങളിലും നേതാക്കൾ ആശയവിനിമയം നടത്തും. സന്ദർശനത്തിന്റെ ഭാഗമായി ജൂൺ 14 നടക്കുന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ ഫ്രാൻസ് ഇന്നവേഷൻ വർഷത്തിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് സംരംഭകരെ ആഗോള നിക്ഷേപകരുമായും സാങ്കേതിക വിദ്യാ മേഖലയിലെ പ്രമുഖരുമായും ബന്ധിപ്പിക്കുന്നതിന് ഈ സംരംഭം സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ നവോത്ഥാന ആശയങ്ങളെ ലോകവേദിയിൽ എത്തിക്കാനും നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു സുപ്രധാന വേദിയായിരിക്കും ഈ പരിപാടി. തുടർന്ന് സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ എത്തുന്ന പ്രധാനമന്ത്രി അവിടുത്തെ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായും ഉന്നതതല ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, വ്യവസായം, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച നടക്കുക. സ്ലോവാക്യയിലെ പ്രമുഖ വ്യവസായ പ്രതിനിധികളുമായും അദ്ദേഹം സംവദിക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ സന്ദർശനം പ്രത്യേക ശ്രദ്ധ നേടുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ പ്രധാന അംഗരാജ്യമായ സ്ലോവാക്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് യൂറോപ്പിലുടനീളമുള്ള ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപ്രധാനവുമായ സ്വാധീനം വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. സന്ദർശനത്തിന്റെ 3ാം ഘട്ടമായി ജൂൺ 16, 17 തീയതികളിൽ ഫ്രാൻസിലെ ഏവിയൻ ലെബനൈസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തുടർച്ചയായി 8ാം തവണയാണ് ഇന്ത്യക്ക് G7 ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണം ലഭിക്കുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഇന്ത്യയിൽ അർപ്പിക്കുന്ന വിശ്വാസത്തിന്റെയും രാജ്യത്തിന്റെ വളരുന്ന ആഗോള സ്വാധീനത്തിന്റെയും തെളിവാണ് ഈ ക്ഷണമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. G7 വേദികളിൽ ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ പ്രതീക്ഷകളും ആശങ്കകളും ലോക നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷ, ഊർജ്ജ സുരക്ഷ, കാലാവസ്ഥാ ധനസഹായം, സുസ്ഥിര വികസനം, ഡിജിറ്റൽ പരിവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് ശക്തമായി അവതരിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിൽ ജൂൺ 18 പാരീസിൽ നടക്കുന്ന വിവോടെക് 2026 സാങ്കേതിക പ്രദർശനത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം പ്രധാനമന്ത്രി മോദി പങ്കെടുക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക നവീന പ്രദർശനങ്ങളിലൊന്നായ ഈ വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ മുന്നേറ്റങ്ങളും സ്റ്റാർട്ടപ്പ് സാധ്യതകളും അവതരിപ്പിക്കപ്പെടും. ഇന്ത്യയുടെ യൂറോപ്യൻ നയതന്ത്ര ബന്ധങ്ങൾക്ക് പുതിയ ഊർജ്ജം പകരുകയും സാമ്പത്തിക, സാങ്കേതിക, തന്ത്രപ്രധാന മേഖലകളിൽ കൂടുതൽ സഹകരണത്തിനുള്ള വഴികൾ തുറക്കുകയും ചെയ്യുന്ന നിർണായക സന്ദർശനമായിരിക്കും പ്രധാനമന്ത്രി മോദിയുടെ ഈ 5 ദിവസത്തെ യൂറോപ്യൻ പര്യടനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.